PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രൊഫഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ മെയിൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് ടൈം കീപ്പർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 446/2023 ഡിപ്പാർട്ട്മെന്റ് പ്രിന്റിംഗ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 to 60,700. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലേക്ക് ഉള്ള ഈ പ്രിന്റിംഗ് വകുപ്പിലേക്കുള്ള OMR പരീക്ഷകൾ നമുക്കറിയാലോ. 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 28/12/2024, പിന്നെ ജനുവരി 11, ജനുവരി 25, ഫെബ്രുവരി 8 ഈ 2025 കൊല്ലങ്ങളിൽ നടന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ രജിസ്റ്റർ നമ്പർ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ പരിശോധിച്ച് ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പാക്കുക. ഇനി ഈ രജിസ്റ്റർ നമ്പറൊക്കെ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാതെ റാങ്കിന്റെയോ സ്കോറിന്റെയോ അടിസ്ഥാനത്തിലല്ല. ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രകാരം റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയല്ല, മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രമുള്ള ഒരു ലിസ്റ്റാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിലുള്ളത്. ഇനി ഈ ലിസ്റ്റിലത്തെ ഉദ്യോഗാർത്ഥികൾ 65.3804 അതിന് മുകളിലും ഈ OMR പരീക്ഷയിൽ സ്റ്റാൻഡർഡൈസേഷനൊക്കെ ശേഷം പ്രിലിമിനറി OMR ടെസ്റ്റിൽ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി റിസർവേഷൻ കാറ്റഗറികൾക്കും ഡിസേബിൾഡ് കാറ്റഗറിക്കൊക്കെ അതുപോലെ അവരുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് ലോവർ ചെയ്തിട്ടുണ്ട്, ഇതിനേക്കാൾ താഴെയാണ്. കാരണം അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഈ ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ എക്സാം അല്ലെങ്കിൽ മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ഇതൊന്നല്ല. ഇനി മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇനി ഈ ഉദ്യോഗാർത്ഥികൾ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കാൻ സാധിക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം. അതിന് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി, അതായത് PSCയുടെ വെബ്സൈറ്റിൽ കൂടെ 85 രൂപ ഫീസ് അടച്ച് ഈ പേയ്മെന്റ് വഴി നിങ്ങൾക്ക് ആ പോർട്ടലിൽ കൂടെ അടയ്ക്കാവുന്നതാണ്. ഇനി ബാക്കി ഏത് രീതിയിലുള്ള പേയ്മെന്റ് നടത്തിയാലും അത് സ്വീകരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 15 ദിവസത്തിനുള്ളിൽ ഈ ഫീസ് അടച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഈ എലിജിബിലിറ്റി വന്നതിന് ശേഷം, അതായത് 17/5/2025 മുമ്പായിട്ട്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഈ OMR ആൻസർ ഷീറ്റിന്റെ പാർട്ട് എയും പാർട്ട് ബിയും ഫോട്ടോ കോപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരും വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള 335 രൂപ അതിന് നിശ്ചിത ഫീസ് അതാണ്. അത് ഈ പേയ്മെന്റ് വഴി പോർട്ടലിലുള്ള 15 ദിവസത്തിനുള്ള അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി OMR ആൻസർ ഷീറ്റിന്റെ കിട്ടുന്നതായിരിക്കും. അതും 15 ദിവസത്തിനുള്ളിൽ, അതായത് 17/5/2025 മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.